കൂരപ്പുഴ പഞ്ചായത്തിലെ കോത്തലയിൽ നരിയിറങ്ങി വ്യാപക ആക്രമണം. പുള്ളി ഞങ്ങളുടെ ആൾക്കാരൊക്കെയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. യാതൊരു ഗുണമില്ലാത്ത ഒരു ഇങ്ങനെ മെമ്പറെ വിളിച്ചു പറഞ്ഞു. പുള്ളി ഒരു എല്ലാം ചെയ്തായിരുന്നു. മെമ്പർ ഇല്ല വന്നായിരുന്നോ? ഇല്ല, വന്നില്ല. മെമ്പർ വരത്തില്ല. അങ്ങനത്തെ നമ്മൾ എന്താവശ്യം വിളിച്ചാലും അല്ല പറയണം, അറിയണം. അതിനെന്നാ എന്താവശ്യം നമ്മുടെ 10-ാം വാർഡ് മെമ്പർ വരത്തില്ല. വിവരം പറയണം, അറിയണം. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നായിരുന്നു ഇവിടെ? പഞ്ചായത്തിൽ നിന്നോ ഹെൽത്തിൽ നിന്നോ ഒരു മനുഷ്യൻ വന്നില്ല. നിരവധി വീടുകളിലെ നായ്ക്കളെ അടക്കം നരി ആക്രമിച്ചു. തിരിഞ്ഞു നോക്കാതെ പഞ്ചായത്തും അധികൃതരും പഞ്ചായത്ത് മെമ്പറും. ഇതുപോലുള്ള പഞ്ചായത്ത് മെമ്പർമാരെ ഇനി ദയവായി നിങ്ങൾ ജയിപ്പിച്ചു വിടരുത്. രാജൻ എന്ന മെമ്പർക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന ഒരു സ്ഥാനം വെറും ആലങ്കാരികത മാത്രം. ജനങ്ങൾക്ക് ഇത്രയധികം കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴും ഇതുപോലൊരു വന്യജീവി ഇറങ്ങി ഓരോ വീടുകളിലെ നായ്ക്കളെയും ആളുകളെയും അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും തിരിഞ്ഞും തിരുവഴിയും നോക്കാതെ നടക്കുന്ന ഈ മെമ്പർ ഈ നാടിന് ഒരു ഭാരം തന്നെയാണ്. ഈ നരി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ ഇവിടെ വന്നിരുന്നു, ഈ വീട്ടിൽ വന്നിരുന്നോ? ഇവിടെ രാവിലെ വന്നിരുന്നു. എന്നാ സംഭവിച്ചു അന്നേരം? രാവിലെ വന്ന് പട്ടിയെ ഇവിടെ വെളി കെട്ടിയേക്കുമായിരുന്നു. രാവിലെ വന്ന് പട്ടിയെ വന്ന് ആക്രമിച്ച്. പട്ടിയോട് മിങ്കിൾ ചെയ്തു? മിങ്കിൾ ചെയ്തു അച്ഛനാണ് വ്യക്തമായിട്ട് കണ്ടത്. ഞങ്ങള് അകത്തായിരുന്നു. നിങ്ങൾ പിന്നെ പട്ടിയെ കൊണ്ട് വാക്സിൻ എടുക്കുകയും ചെയ്തു? അത് അല്ല, വാക്സിൻ അതിന് മുമ്പ് 2 തവണ എടുത്ത. പട്ടിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇത് ഈ സംഭവത്തിന് ശേഷം എന്നാ ചെയ്തേ? സംഭവത്തിന് ശേഷം ഇത് ഇവിടുന്ന് താഴെ വീടുകളിലൊക്കെ പോയി അവിടെയുള്ള പട്ടിയൊക്കെ ആക്രമിച്ച്. അവിടെ ഒരു പട്ടിയെ കടിച്ചെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. അവിടെ ഒരു പട്ടിയെ കടിച്ചായിരുന്നു. മൂക്കി ശലം മുറിഞ്ഞു പട്ടിയുടെ. ഇവിടെ വേറെ ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ? അപകടമൊന്നും സംഭവിച്ചില്ല. ആദ്യമായിട്ടാണ് ഇത് നരി ഇവിടെ വരുന്നത്? അതോ നേരത്തെ ഉള്ളതാണോ? ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ഈ രാത്രി സമയങ്ങളിലൊക്കെ ഇവിടെ തോട്ടത്തിലൊക്കെ കാർന്നതാക്കാം. അതിന്റെ ശല്യം ഇവിടെ ഉണ്ട്. ശല്യം ഇവിടെ ഉണ്ട്. നമ്മള് പഞ്ചായത്തിന് ഇങ്ങനെ ഒന്ന് ആക്രമിക്കുന്ന ആദ്യമായിട്ടാണ്. ഇവിടെ കുറെ വീടുകളിലെല്ലാം ചെന്നു. ഇവിടെ താഴെയുള്ള കുറെ വീടുകളിലെല്ലാം ചെന്നു. ഈ പഞ്ചായത്തിൽ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? പഞ്ചായത്തിൽ താഴെ വീട്ടിലെ 2 പേരെ അറിയിച്ചെന്നാ പറഞ്ഞ. പഞ്ചായത്തിൽ വിളിച്ച് വന്നന്ന് അവര് അവിടെ വന്ന് അന്വേഷിക്കുക. പഞ്ചായത്തില് പിന്നെ അതിന്റെ പറ്റി പിന്നെ അങ്ങനെ അറിയത്തില്ല. പഞ്ചായത്തിൽ അറിയിച്ചെന്നാ പറഞ്ഞ. മൃഗാശുപത്രി വിളിച്ച് പറഞ്ഞിരുന്നോ? പോയായിരുന്നു. അവരിവിടെ വന്ന് പറഞ്ഞു. ഇവിടെ അന്വേഷിക്കുമല്ലോ? ഇവിടെ ഒന്നും അന്വേഷിച്ചൊന്നുമില്ല. പിന്നെ അവരൊന്ന് പട്ടിയെ കുറച്ചു നാളത്തേനൊന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിലല്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ നരിയുടെ ശല്യം ഉണ്ടായത്? അതെ. എന്നാ സംഭവിച്ചെന്ന്? അത് അന്ന് രാവിലെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മേളിൽ ഒരു വീട്ടിൽ വന്നു. അവിടെ വന്ന് അവിടുത്തെ പിന്നെ പട്ടീനെ ആയിട്ട് ഒരു വലിയ ഇത് കാണിച്ചു, ലോഹ്യം കാണിച്ചു. അവിടുന്ന് നമ്മുടെ താഴോട്ട് ഇറങ്ങി വന്നു. എല്ലാ വീടുകളിലും ഓരോ വീടുകളിലും കേറി നമ്മളെ ഇവിടുത്തെ ഞങ്ങളുടെ പട്ടീനെ കടിച്ചില്ല, പിന്നെ ഉരുട്ടി പിടിച്ച പോലെ കുറ്റിയും പറിച്ചു ആക്രമിച്ചു. ആക്രമിച്ചു. എന്നിട്ട് നമ്മുടെ പട്ടിക്ക് എന്നാ പറ്റി? നമ്മുടെ പട്ടി ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ചത്തുപോയി. നമ്മളിത് ആരോടെ അറിയിച്ചായിരുന്നോ? അറിയിച്ചായിരുന്നു. ഞങ്ങള് ഇവിടെ പഞ്ചായത്തിൽ പറഞ്ഞു. ഇവിടെ ആശുപത്രി എടക്കാട്ടൂന്ന് പോയി പറഞ്ഞു, മൃഗാശുപത്രിയില്. അത് കഴിഞ്ഞ ഡോക്ടറാണ് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ചെയ്യണം, അതിന് വിഷബാധ ഉണ്ടെന്ന് തോന്നുന്നു. വിഷബാധ ഏറ്റിരുന്നു, അതുകൊണ്ടാണ് മരിച്ചു പോയെന്ന്, ചത്തുപോയെന്ന് അല്ലേ? നമ്മള് പഞ്ചായത്ത് മെമ്പറോട് എല്ലാം പറഞ്ഞായിരുന്നോ? ഞങ്ങള് പറഞ്ഞില്ല, ഡോക്ടർ പറഞ്ഞെന്നാ പറഞ്ഞ. ആണ്. മെമ്പർ വന്നായിരുന്നോ? ഇല്ല, വന്നില്ല. മെമ്പർ വരത്തില്ല. അങ്ങനത്തെ നമ്മൾ എന്താവശ്യം വിളിച്ചാലും അല്ല പറയണം, അറിയണം. അതിനെന്നാ എന്താവശ്യം നമ്മുടെ 10-ാം വാർഡ് മെമ്പർ വരത്തില്ല. വിവരം പറയണം, അറിയണം, അല്ലേ ഒക്കത്തില്ല. ആശാവർക്കറോടും പറഞ്ഞോളാന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവര് അറിയിച്ചില്ല. ഇപ്പൊ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ആശാവർക്കറെ പറഞ്ഞത്. നമ്മുടെ ഈ മെമ്പറുടെ പേരെന്നാ? രാജൻ. അപ്പം ഈ പട്ടി നമ്മുടെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ആളുകളായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? ബന്ധം ചെറിയ പിള്ളേരുമായിട്ട് കൂട്ടം കളിക്കും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പോയി വാക്സിൻ എടുക്കുകയും ചെയ്തായിരുന്നോ? ഇല്ല, ഞങ്ങള് ഇന്നാ പോയി വാക്സിൻ എടുത്ത്. ഇന്ന് പോയി വാക്സിൻ എടുത്തു. അതിനകത്തും ഈ പറഞ്ഞ മെമ്പർ ആരും വന്നൊന്നുമില്ല, സഹായിക്കാനൊന്നും ആരും ഇതുവരെ വിളിച്ചിട്ടുമില്ല, ആരും ചോദിച്ചിട്ടുമില്ല. ഈ നരി വന്ന് ഈ വീടുകളിലെല്ലാം വന്ന് പട്ടിയെ ആക്രമിച്ചപ്പോ തന്നെ ഇവിടെ ആരുടെയൊക്കെ വിളിച്ചായിരുന്നു മെമ്പറെ. ഇതുവരെ ഈ സമയം വരെ മെമ്പർ വിളിച്ചു ചോദിക്കുകയോ വരികയോ ചെയ്തു. നമ്മൾ ആശാവർക്കറെ വിളിച്ചപ്പോൾ ഹെൽത്തിൽ നിന്ന് 2 സാറുമാര് വന്നു. ഇവിടെ വന്നു. ഈ രാജൻ മെമ്പറെ നമ്മൾ ഒരു കാര്യത്തിന് വിളിച്ചാലും പുള്ളി വരത്തില്ല. പുള്ളി നമ്മളെല്ലാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി വരത്തില്ല ഒരു കാര്യത്തിനും. ഇല്ല.
പുള്ളി അവിടെ പറയാൻ തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ. ഇവിടെ എന്നാലും ഈ നരിയുടെ ശല്യം ഒത്തിരി ഉള്ളതാണോ ഈ ഇല്ല, ഭാഗത്ത്? നല്ല സംഭവം നമ്മുടെ ഈ ഭാഗത്ത് ആദ്യമായിട്ടുണ്ടാകും. ആദ്യമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെ യാതൊരു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ യാതൊരു ഹെൽത്തിലെ ആൾക്കാർ വന്നിരുന്നു, ഇന്ന് അത് രണ്ടുപേര് മാത്രമേ വന്നു. ഉള്ളൂ അല്ലേ? ഇന്ന് രണ്ടുപേരും ഇവിടെ വന്നു. അത് ഇന്നാണ് അവർ അറിയുന്നത്. ഇന്നാണ് ഞങ്ങൾ പറയുന്നത്, ആശാവർക്കറെ വിളിച്ച് പറയുന്നത്. അപ്പൊ തന്നെ രാവിലെ വിളിച്ച് മെമ്പറോട് പറഞ്ഞുകൊണ്ട് മെമ്പർ ആശാവർക്കറോട് പറഞ്ഞ് കാണുമെന്ന് ഓർത്താണ് ഞങ്ങൾ ഇത്രയും ഈ രാവിലെ വരെ ഇരുന്നത്. പിന്നെ ഒരു സംശയത്തിന്റെ പുറത്ത് അവര് വരാഞ്ഞുകൊണ്ടും വിളിക്കാഞ്ഞുകൊണ്ടും ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച അന്നേരം ആശാവർക്കർ അറിഞ്ഞില്ല, മെമ്പറെ ഇന്നലെ കണ്ടതാന്ന് പറഞ്ഞു, പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല. അപ്പൊ ആശാവർക്കർ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹെൽത്തിൽ നിന്ന് അവര് വന്ന് രണ്ടുപേരും. മൃഗാശുപത്രി ഡോക്ടർ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല സാറ്. ഈ മെമ്പറെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല. ഈ മെമ്പറെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. നമ്മൾ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും പുള്ളി പറയും ഇന്നോരോട് പറയാൻ. ഈ താഴെ 2 പട്ടി ചത്ത് കൂട്ടിക്കിടന്നു. അത് വിളിച്ചു പറഞ്ഞിട്ട് പുള്ളി പറയാ ഞാനിപ്പോ എന്നാ ചെയ്യാനാണ്. മെമ്പറെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. അത് അറിയണം, അത് നാട്ടിൽ വാർത്ത അറിയണം, അന്നെങ്കിലും ഒക്കത്തുള്ളൂ. നമുക്ക് യാതൊരു ഗുണവും ഇല്ല. ഇതെന്നാ ഈ സംഭവം നടന്നത്? ഇത് ഏപ്രിൽ 1-ാം തീയതി. ഏപ്രിൽ 1-ാം തീയതി രാവിലെ സംഭവം. ഇന്നിപ്പോ എത്ര ദിവസമായല്ലേ? 22 ദിവസമായി. അപ്പം 22 ദിവസമായി. 22ാമത്തെ ദിവസമായി. ഇന്നാ അപ്പൊ നിങ്ങളും പോയി വാക്സിൻ എടുത്തത്? അതെ, അത് നമ്മൾ അറിഞ്ഞില്ല. ഇത്ര ദിവസം ആരും അന്വേഷിക്കാനൊന്നും ഒരു മനുഷ്യനും ഞങ്ങള് ഇന്നലെ അവിടെ ചെന്നപ്പോ, പിന്നെ അവിടെ തിരുവല്ലയിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ അന്നേ വാക്സിൻ എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞത്. അല്ല, അതായത് ഇവിടുത്തെ ഡോക്ടർ അറിയാത്തയാണോ അതിന് പറയാത്ത? ഈ പട്ടി ചത്തുപോയെന്നാ? ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി അല്ലേ? അപ്പൊ ഞങ്ങള് സാറ് മോനെ ഞങ്ങളവിടെ തിരുവല്ലയിൽ ചെന്നേ, നമ്മുടെ ഇതിന്റെ ആശുപത്രി ലാബിൽ കൊണ്ട് ചെന്നപ്പോഴത്തേക്കിന് അവര് പറഞ്ഞു നിങ്ങൾ പൊക്കോളം പറഞ്ഞു. ഞങ്ങൾ പോകുന്നില്ല. അവര് പറഞ്ഞു പേ ഇല്ലെങ്കിൽ തന്നുവിടാം, പേ ഉണ്ടെങ്കിൽ തരത്തില്ലെന്ന് പറഞ്ഞു. അവരോട് ചെയ്തോളാന്ന് പറഞ്ഞു. പട്ടിയെ അതെ. അപ്പം എവിടുത്തെ ആശുപത്രിയിലാ? നമ്മള് ഇവിടെ തിരുവല്ല മഞ്ഞാടി. അതിനകത്ത് തിരുവല്ലക്ക് ഇവിടുത്തെ മൃഗാശുപത്രി പോയാൽ പോരാ? മൃഗാശുപത്രി അല്ല, ഇത് ലാബില്. പട്ടിക്ക് ഇങ്ങനെ പേ ഉണ്ടെങ്കിൽ അത് അവിടെ ചെന്നാ ചെയ്യുന്നത്. നമ്മൾ അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ പൊക്കോളം പറഞ്ഞു. ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾ എടുത്തോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകാനാന്ന് പറഞ്ഞു. പരിശോധന 3/4 മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 3/4 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോ അവര് റിസൾട്ട് പറഞ്ഞു സംഗതി ഉള്ളതാ, പേ ഉണ്ട്, അതുകൊണ്ട് തന്നു വിടുകയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ ഞങ്ങൾ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഇന്നലെ ഞങ്ങൾ പിന്നെ ഇന്ന് പോയി വാക്സിൻ എടുത്തു. അപ്പൊ ഇന്നലെ അവിടെ വെച്ചാ പട്ടി ചത്തുപോയെ? പട്ടി ഇവിടെ വെച്ച് പട്ടി ചത്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ കൊണ്ടുപോയത്? ഡോക്ടർ പറഞ്ഞു ചത്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് മൃഗ ഡോക്ടറോട് ചെന്ന് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞ് പേ ഉണ്ടോന്ന്, അതിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു പേ ഉണ്ടെന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു. അപ്പം അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് ഇത് ചെയ്ത് നോക്കിയപ്പോ ചെയ്ത് കഴിഞ്ഞപ്പോ സംഗതി ഓക്കെ അത് തന്നു വിടത്തില്ലെന്ന് പറഞ്ഞു അവര്. അങ്ങനെയാണ് നമ്മുടെ പട്ടി. അന്ന് എന്നാ സംഭവിച്ചു? ഈ നരി വന്നപ്പോഴത്തേനെ എന്താ സംഭവിച്ചു? ചേച്ചി കണ്ടില്ലായിരുന്നോ? കണ്ടിട്ട് പറയാൻ ഇതിലെ അങ്ങോട്ട് അപ്പുറത്തോട്ട് ഓടി വന്നു, അവിടുന്ന് ഞങ്ങൾ ഓടിച്ചിങ്ങി പോന്നു. അത് പിന്നെ എല്ലാ ഈ വീടുകളിൽ കിടന്ന് ചുറ്റിക്കറങ്ങി. ഇവിടുത്തെ പട്ടിയെ കടിച്ചത് ചത്തുപോയി? ചത്തുപോയെന്ന് അതാണോ എന്നാ ചത്തെന്നാ പറഞ്ഞത്. മേളത്തെ ഒരു വീട്ടിലും ചെന്നായിരുന്നു പറഞ്ഞു. ഇവിടെ കരോട്ട വീട്ടില് ചെന്നായിരുന്നു. അപ്പം ഇതിനെ കണ്ടിരുന്നു കണ്ടു, പിന്നെ അങ്ങനെ കണ്ടു. ഇവിടെ ഒരു ചേച്ചിയുടെ നേരത്തെ ചാടി ചെന്നെന്ന് പറഞ്ഞത് അത് എവിടെയായിരുന്നു? ഇവിടെ എല്ലാവരും വീടുകളിൽ ചുറ്റിനും ചെന്നു. ഇതിന്റെ ശല്യം ഇവിടെ ഉണ്ട്, ഇപ്പൊ ഉണ്ട്, നല്ലപ്പോഴുണ്ടോ? കണ്ടിട്ടുമില്ല. അപ്പൊ നമ്മൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി ആരും വന്നില്ല, ഒരു മനുഷ്യനും ഇവിടെ വന്നിട്ടില്ല. ഇന്ന് ഹെൽത്തിൽ നിന്ന് 2 പേര് ഞങ്ങൾ ആശാവർക്കറെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് 2 സാർമാർ ഇവിടെ വന്നു. അല്ലാതെ ഒരു മനുഷ്യൻ ഇത് 1-ാം തീയതി മുതൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞതാ, മെമ്പറോട് വിളിച്ച് പറഞ്ഞു സാറേ ഇന്നപോലെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് വരാമോ, എന്നെ കൈകാര്യം ചെയ്യാവോന്ന്. അന്നേരം പുള്ളി ഏതാണ്ട് പറഞ്ഞു. പിന്നെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. മെമ്പറെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വശത്തോട്ട് ഒരു കാര്യത്തിന് വന്നിട്ടില്ല. ഒരു കാര്യത്തിന് വിളിച്ചാൽ പുള്ളി ഫോൺ എടുക്കുകയില്ല. ഇതിപ്പം മനുഷ്യരെ കടിക്കുമായിരുന്നെങ്കിലും ആരും ചോദിക്കാൻ വരത്തില്ല. ചോദിക്കാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് പറഞ്ഞു. അതിനെ ഞങ്ങൾ ഇല്ല ആശാവർക്കറെ വിളിച്ച് പറഞ്ഞപ്പം പുള്ളി എത്തിച്ചെന്ന് പറഞ്ഞിട്ടാണ് 2 സാർമാർ. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ആരെ അറിയാത്തില്ലല്ലോ, നമ്മുടെ ആ വാർഡിലല്ലേ. പിന്നെ ഞങ്ങൾ ഈ 2 സാർമാർ വന്നിട്ടുണ്ട്. അല്ലാതെ ഒരു കുഞ്ഞുങ്ങൾ ഈ നിമിഷം വരെ പഞ്ചായത്തിൽ നിന്ന്
അത് ഞങ്ങൾ ആശാവർക്കർ രാവിലെ സംശയത്തിന്റെ പുറത്ത് ഞങ്ങൾ വിളിച്ചു വിളിച്ചു പറഞ്ഞു പട്ടി ചത്ത് കഴിഞ്ഞപ്പോ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ചത്ത് കഴിഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ അവിടെ പോയി ആശുപത്രിയിൽ പോയി ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അവിടെ തിരുവല്ലയിലും പോയി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇവിടെ ആരും അന്വേഷിക്കാനോ ഒന്ന് വിളിക്കുകയും ചെയ്തില്ല. അന്നേരമാണ് ഞങ്ങൾ ആശാവർക്കറെ അങ്ങോട്ട് വിളിക്കായിരുന്നു. ആശാവർക്കർ അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു. കുറ്റമായിട്ട് തീരും. സാറുമാര് 10-11 മണി ആകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് വന്നു. നമുക്ക് ആർക്കെങ്കിലും ഒന്ന് മെമ്പറിനെ വിളിച്ചു നോക്കത്തില്ലായിരുന്നോ? സാറേ മെമ്പർ വിളിച്ച എടുക്കത്തില്ല. ഞങ്ങൾ രാവിലെ വിളിച്ചെല്ലാരും ഈ ആശാവർക്കർ ഇന്ന് രാവിലെ വിളിച്ചെന്ന് പറഞ്ഞാൽ എടുത്തില്ലെന്ന് ഫോൺ പറഞ്ഞു. എടുത്തില്ല. ആശാവർക്കർ ഫോൺ എടുത്തില്ല. അല്ല ആശാവർക്കർ വിളിച്ചിട്ട് മെമ്പർ എടുത്തില്ല. മൃഗഡോക്ടർ വിളിച്ചിട്ട് പോലും ഇന്നലെ പുള്ളി ഫോൺ എടുത്തില്ല. ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ തിരുവല്ലായില്ല. ഡോക്ടർ വിളിച്ചു പറഞ്ഞായിരുന്നു. ഡോക്ടർ വിളിച്ചു പറഞ്ഞു ഞങ്ങളോട് വാർഡും ചോദിച്ചു, പുള്ളിയുടെ പേരും ചോദിച്ചു. അന്നേരം ഞാൻ പേരും പറഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൊന്നും ഈ വശത്തോട്ട് ഇവിടെ എന്നാന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങളുടെ ഈ മെമ്പറെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണവും. നമ്മുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം നരി വന്നായിരുന്നോ? എന്നാ സംഭവിച്ചേ? ഞങ്ങളുടെ വണ്ടി ആ മുറ്റത്ത് കെട്ടിയിരിക്കുവായിരുന്നു. അന്നേരം ആ താഴത്തെ തോട്ടത്തിൽ കൂടെ കയറി അതിന്റെ അടുക്ക കൂടെ വന്നിട്ട് ഞാൻ ഇറങ്ങി ചെന്നതുകൊണ്ട് അത് തിരിച്ച് അന്നേരം ഓടി അടുത്ത വീട്ടിൽ ചെന്നു. നമ്മുടെ വണ്ടി വല്ലതും ചെയ്തോ? ഇല്ല, ചെയ്തായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അടുത്ത് വന്നത് അന്നത്തേക്ക് ഞാൻ കണ്ടോണ്ട് ഒച്ച വെച്ച് കൊടുക്കണം. അന്നേരം ഉറങ്ങി ഓടി. എന്നിട്ട് ഈ നമ്മളെ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോയി മൃഗാശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തു. ഞങ്ങൾ ആണ്ടുതോറും എടുക്കുന്ന ഇപ്പൊ ഈ വർഷം എടുക്കാറായതായിരുന്നു. ഇങ്ങനെ സംഭവിച്ചപ്പോ നമ്മൾ അതും കൂടെ എടുത്തു. വേറെ അല്ലാതെ ഒരു ഇഞ്ചക്ഷൻ കൂടെ എടുത്തു. വേറെ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ മൃഗാശുപത്രി ആരെങ്കിലും ഇവിടെ വരുവോ ചെയ്തായിരുന്നു? ഇന്നിപ്പം ഇവിടുന്ന് വന്നു, മറ്റേ മുങ്ങാക്കുഴിയിലെ അവര് ഹെൽത്തിന്ന്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വന്നായിരുന്നോ? മെമ്പറോ പ്രസിഡന്റോ അങ്ങനെ? പുള്ളി ഞങ്ങളുടെ ആൾക്കാരൊക്കെയാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, യാതൊരു ഗുണമില്ലാത്തൊരു വന്നില്ല. ആരും നമ്മള് മനുഷ്യരെ ആരെങ്കിലും കടിക്കുവാണെങ്കിൽ പോലും ആരും വരത്തില്ലായിരുന്നു. അങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അല്ലാതെ വിളിച്ചാ വരികയല്ല. ഞങ്ങളൊന്നും വിളിച്ചാൽ ഫോണേ എടുക്കത്തില്ല. ഇവിടെ രമേശേട്ടൻ അത്ര മെമ്പറുമായിട്ട് അതുകൊണ്ട് ഒട്ടും എടുക്കത്തില്ല. ആരും വരുന്നതില്ല. ഞങ്ങളെ റേഷൻ കടക്കാരനാ, പറഞ്ഞിട്ട് കാര്യം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ കണ്ടില്ല ഇന്ന് വരെ. ഇന്നാ ഇപ്പൊ മൂങ്ങാക്കുഴിന്ന് വന്നത്. അപ്പൊ അന്നേരം ഇവര് പിന്നെ പട്ടികത്തോട്ട് താഴത്തെ പട്ടി ചത്തു പോവുകയും ചെയ്തു. അതുകൊണ്ട് വന്നു. പക്ഷെ കടിച്ചോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതിനെ നമ്മള് കണ്ടായിരുന്നു. സാധനത്തിനെ കണ്ടു, രമേശേട്ടനും കണ്ടു, ഞാനും കണ്ടു. ഇതിന്റെ ശല്യം ഇവിടെ ഉള്ളതാണോ? ഇല്ല, ആദ്യമായിട്ട് വരുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം നടന്നിട്ട് നമ്മള് അറിയിച്ചിട്ട് ആരും വന്നില്ല. ആരും വന്നില്ല. ഞങ്ങള് തന്നെ മൃഗാശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. നമ്മുടെ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്മൾ തന്നെ പോയി. ആരും അന്വേഷിക്കാൻ ഒന്നും വന്നില്ല. ഇന്നാന്ന് ഞാൻ വന്നില്ല. ഇപ്പൊ ഇവിടെ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ മുങ്ങാക്കുഴിന്ന് വന്നത്, ഹെൽത്തിന്ന് വന്ന് അന്വേഷിച്ചത് അല്ലേ? രണ്ടുപേര് വന്നു. എല്ലാം ചോദിച്ചാൽ അവരും പോയി. അവരും വേറെ കാര്യങ്ങളും ചെയ്തൊന്നുമില്ല. നമ്മുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം ഈ നരിയുടെ ശല്യം ഉണ്ടായല്ലേ? അന്ന് എന്നാ സംഭവിച്ചത്? അന്നൊരു 12 മണിയാകത്തേനും അപ്പുറത്തെ വീട്. രാത്രിയാണോ പകലാണോ? പകല്. ഒരു 12 മണിയൊക്കെ ആയിരിക്കും. രാവിലെ അത് അപ്പുറത്തെ വീട്ടിൽ പട്ടിയെ കടിക്കുകയും എല്ലാം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഞങ്ങൾ ഓടിച്ചു വിട്ടു. ഇവിടെ നമ്മളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വല്ലതും വന്നതോ? അത് വൈഫ് മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ പുറകെ കൂടെ വന്നു. അതേ ഉള്ളൂ. ചേച്ചി പെട്ടെന്ന് പേടിച്ചു പോയത്, കണ്ടിട്ട് പേടിച്ചു പോയല്ലേ? ഒന്ന് ചേച്ചി ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചാ മതി. അത് അല്ല മോൻ കൈ പിടി. എന്നാ സംഭവിച്ചു ചേച്ചി പെട്ടെന്ന് ഇതിനെ കണ്ടിട്ട്? ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഇത് പെട്ടെന്ന് ഓടി വന്നു. ഞാൻ പേടിച്ച് വേഗം പെരക്കകത്ത് ഓടിപ്പോയല്ലേ? നമ്മുടെ ഈ ഏരിയയില് ഇതിന്റെ ശല്യം ഉള്ളതാണോ? ഇത് ആദ്യമായിട്ട് വരുന്ന. നമ്മള് ഇവിടെ പിന്നെ പഞ്ചായത്തിലൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തായിരുന്നോ? പഞ്ചായത്തിൽ അറിയിച്ചിട്ടില്ല. നമ്മള് വേറെ ആരെങ്കിലും അധികൃതർ ആരെങ്കിലും അറിയിച്ചായിരുന്നു? ഹെൽത്തിലും പഞ്ചായത്തിലും അല്ലെങ്കിൽ മെമ്പറോടോ വല്ലതും പറഞ്ഞു? ആരോടും പറഞ്ഞില്ല. ഇവിടെ ആരും അന്വേഷിക്കാനൊന്നും വന്നില്ല. കഴിഞ്ഞ ദിവസം നരി നമ്മുടെ വീടിന്റെ ഇതിലെ വന്നായിരുന്നോ? വീടിന്റെ പുറവശത്തോട് വന്നു. കണ്ടായിരുന്നു അതിനെ? കണ്ടു. പട്ടി പോലെ ഒരു സാധനം. എന്നിട്ട് നമുക്ക് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാനോ അങ്ങനെ വല്ലതും? അങ്ങനെ ആയിട്ടൊരു അത് ഒരു നിശബ്ദമായിട്ടുള്ള ഒരു രീതിയിലാണ് വന്നത്. പ്രതികരിക്കുന്ന ഒരു കാര്യം പോലെ അല്ല. താഴത്തെ വീട്ടിലൊക്കെ അറ്റാക്ക് ചെയ്യുകയും പട്ടിയെ കടിച്ച് കൊല്ലുകയൊക്കെ ചെയ്തായിരുന്നു. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞായിരുന്നു ഈ സംഭവം നടന്ന കാര്യം? ഇത് ഞങ്ങള് നമ്മുടെ കാര്യം മനോജമായിട്ട് അവിടെ വന്നായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഈ പെരക്കകത്തായിരുന്നേ. അപ്പൊ ഞാൻ സാധാരണ പകല വെളിവിലോട്ട് അങ്ങനെ
ഇറക്കം ഇല്ല. പണിയെല്ലാം കഴിഞ്ഞ് വരയ്ക്കാൻ പണി വരുന്ന ഒരു 11:30 ആയി കാണും. മോനാ വന്ന് പറഞ്ഞേ അതിലൂടൊരു നരി ഇറങ്ങിയിട്ടുണ്ട്, അന്നെ സൂക്ഷിച്ചോണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇറങ്ങി നോക്കിയപ്പോ അത് നമ്മുടെ വീടിന്റെ പുറകെ വരെ ആയി. പുറകെ വരെ ആയപ്പോ ഞങ്ങൾ ഓടിച്ചു വിട്ടു. പിന്നെ അത് അതിലൂടെ അങ്ങ് പോയി. അതിലേ പോയി. ഇത് വന്ന കാര്യം നമ്മള് പഞ്ചായത്തിലോ അല്ലെങ്കിൽ മെമ്പറോടോ വല്ലതും പറഞ്ഞായിരുന്നോ? അങ്ങനൊന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം അതിനെ കണ്ടിട്ട് തോന്നിയില്ല. പിന്നെ രണ്ടാമത് അത് പിന്നെയും വന്നു. ഇവിടെ നമുക്ക് ഇതിന്റെ ശല്യം ഉള്ളതാണോ? ഇല്ലില്ല, ആദ്യമായിട്ടാണ്. ശല്യമേ ഇല്ല. ഒരു വർഷം ഇല്ലാത്ത സ്ഥലമാണ്, ആദ്യമായിട്ട് വന്നതല്ലേ? അപ്പൊ ഇവിടെ പട്ടിയോ പൂച്ചയോ കോഴിയോ ഒന്നും ഇല്ലല്ലോ, അതായിരിക്കും അത് ശബ്ദം ഉണ്ടാക്കാതെ പോയത്. അത് പുറവശത്ത് ഞങ്ങൾക്കൊരു കഥയില്ലാത്ത ഒരു കുഞ്ഞു മുറിയുണ്ട്. ആ മുറിയുടെ വാതിലി വന്നിട്ട് അത് അവിടെ കിടന്നു. വീടിന്റെ വാതൊക്കെ പുറവശത്ത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു വിധത്ത് കുത്തിപ്പൊക്കി അതിനെ. ഇവരെ ഒന്നും അത് ഒരു പ്രതികരണമോ അങ്ങനെയുള്ള ഒന്നും. നമ്മുടെ വീട്ടില് നരി വന്നായിരുന്നോ കഴിഞ്ഞ ദിവസം? നമ്മുടെ വീട്ടിൽ വന്നില്ല, അടുത്ത വീട്ടിലെ ഒരു പട്ടിയെ വന്ന് കടിച്ചു. അപ്പൊ നമ്മൾ അത് അറിയുന്നില്ല, വിവരം അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് കൊച്ചൊരു സാധനം കൊടുക്കാൻ വേണ്ടി എന്റെ ഇളയ മോള് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് ഇത് ഹാളിലെങ്ങാണ്ട് അവര് കെട്ടിയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെ പട്ടി ഇങ്ങനെ ഹാളിലുണ്ടെന്നുള്ള അറിയുന്നില്ല. അറിയാതെ വിളി എന്ന് കാലെടുത്ത് വെക്കുമ്പം ഇത് കേറി പിടിക്കുമായിരുന്നു കാലയില്. പട്ടി കേറി കാലയില് ഇങ്ങനെ കടിച്ചു. അപ്പൊ അത് കടി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുത്തെ വീട്ടിലെ രമേശ് അതിനെ പിടിച്ച് ബലമായിട്ട് പിടിച്ച് എടുത്തു മാറ്റുമായിരുന്നു. ഞങ്ങൾ തന്നെ കൊണ്ടുപോയി കൊച്ചിനെ കൊണ്ടുപോയി, ഞങ്ങൾ അറിയുന്നില്ല വീട്ടിൽ. അവര് തന്നെ അതിലെ വണ്ടിയും വിളിച്ച് ആശുപത്രി കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പിക്കുമായിരുന്നു. കൊച്ചിനെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. നമ്മള് മെമ്പറെ വല്ലതും വിളിച്ച് പറഞ്ഞായിരുന്നോ? മെമ്പറെ ഒന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞ ഒരു മെമ്പറെ വിളിച്ച് പറഞ്ഞപ്പോ മെമ്പർ ഫോൺ എടുത്തില്ലെന്നാ പറയുന്നത്. ഇതുവരെ അന്വേഷിച്ച് ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. ഹെൽത്തിൽ വല്ലതും പോയായിരുന്നോ? ഹെൽത്തിലും ഞങ്ങള് പോയിട്ടില്ല. അവര് ഇങ്ങനെ അവരുടെ പട്ടി ഇഞ്ചക്ഷൻ എടുപ്പിച്ചിട്ടുള്ളതാ. അപ്പൊ അതിന് കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞെന്നാ പറഞ്ഞത്. നമുക്ക് നേരത്തെ പണ്ടൊരു ചെറുതിലെ ഒരു പട്ടി കടിച്ചിട്ട് അവൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 2 ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഈ പട്ടിക്ക് പേയുള്ള നരി കടിച്ചതാണെന്നുള്ളത് ഇവര് പറഞ്ഞോന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഡോക്ടറോടെ. അതുകൊണ്ട് 2 ഇഞ്ചക്ഷൻ നിർത്തിയിരിക്കുക. ഇനി വീണ്ടും ഇഞ്ചക്ഷൻ എടുപ്പിക്കണോന്നുള്ള ടെൻഷനിലാണ്. പക്ഷെ നമ്മള് ഈ സംഭവം ഇത്ര സംഭവം ഇവിടെ എല്ലാം അറിഞ്ഞിട്ടും ഉത്തരവാദപ്പെട്ട ആരും വന്നിട്ടും നമ്മളോട് ആരും ചോദിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. പഞ്ചായത്തിൽ നിന്നാണേലും ഹെൽത്തിൽ നിന്നാണേലും ആരും ചോദിച്ചിട്ടില്ല. അന്ന് ഈ നരി ഉണ്ടായ ആ സംഭവം കഴിഞ്ഞാൽ എന്നാ സംഭവിച്ചത്? മോളെ പട്ടി അവിടുന്ന് കടിച്ചെന്ന് പറഞ്ഞത്? ഞാന് 2 മാസം ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാവശ്യത്തിന് എന്റെ വീട് വരെ പോയതാ. അപ്പൊ അത് അകത്ത് കെട്ടിയിരിക്കുവായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങോട്ട് വാതിൽപ്പടിയിൽ നിന്ന് അങ്ങോട്ട് ചവിട്ടി കാലങ്ങോട്ട് എടുത്ത് വെക്കുക, അത് പെട്ടെന്ന് വന്ന് കടിച്ചു. അതൊന്ന് കടിച്ച് രണ്ടാമത് ഒന്നും കൂടെ ആഞ്ഞ് കടിച്ചു. 2 വട്ടം കടിച്ചു. അത് കടിച്ചു കഴിഞ്ഞിട്ട് വിട്ടുപോയോ? ഇല്ല, അവിടുത്തെ ചേട്ടൻ വന്ന് അതിന്റെ വായിൽ ഇങ്ങനെ പിടിച്ചിട്ട് വിടിയിപ്പിച്ചെടുത്ത് മാറ്റുമായിരുന്നു. ആ പട്ടിയെ ഈ നരി കടിക്കുകയോ വല്ലതും ചെയ്തായിട്ടോ? എനിക്കറിയത്തില്ലായിരുന്നു. വീട്ടിൽ വന്നപ്പോ ഇവിടെ എല്ലാരും പറഞ്ഞു. പിന്നെ അവിടെ തന്നെ വെച്ച് പെട്ടെന്ന് സോപ്പ് കിട്ട് കഴുകിയൊക്കെ ചെയ്തു. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. പണ്ട് കുഞ്ഞിലെ ഒന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതുകൊണ്ട് അപ്പം ഡോക്ടറോട് ഇപ്പം ഈ പട്ടി കടിച്ചെന്ന് പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല പറഞ്ഞായിട്ടൊന്നും. പിന്നെ അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു നേരത്തെ കടിച്ചതായതുകൊണ്ട് ഇപ്പൊ TT മറ്റേ ഇഞ്ചക്ഷൻ എടുത്താൽ മതി പറഞ്ഞു. പിന്നെ ഒരു TT എടുത്തു, 2 മറ്റേ വാക്സിൻ കൂടി എടുത്തു. ടോട്ടൽ അത്രേ എടുത്തുള്ളൂ. ആ പട്ടിയെ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? ആണെന്ന് പോലെ അറിയോ? പട്ടിയിൽ ഇഞ്ചക്ഷൻ എടുത്താൽ അവിടെ പേപ്പറൊക്കെ ഉണ്ട്, നേരത്തെ എടുത്തത് അന്ന് കൊണ്ടുപോയായിരുന്നു. അപ്പം എടുത്തതായതുകൊണ്ട് വേറെ പ്രശ്നമില്ലെന്ന് ഡോക്ടർ അന്ന് പറഞ്ഞു. ഇത് കടിച്ചാന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടറോട് പറഞ്ഞു, ഞാൻ കേട്ടില്ല. അവര് പറഞ്ഞെന്നാ പറഞ്ഞു, എനിക്കറിയത്തില്ല. പിന്നെ ഇപ്പൊ പുറമെ ഒരു വേദനയുണ്ട്. പുറമെ വേദനയില്ല, പക്ഷെ അകത്ത് നമുക്കിങ്ങനെ അവിടെ തൊടുമ്പോ മുറിവില് ഭയങ്കര വേദനയുണ്ട്. ഒന്ന് കാണിക്കൂ. അന്ന് നരി നമ്മുടെ വീടിന്റെ വന്നായിരുന്നോ? എന്നാ സംഭവിച്ചതെന്നൊന്ന് പറയാം വിശദമായിട്ട്. അത് ഒരു 11 ആ ടൈം ആയപ്പോഴത്തേക്ക് ഇവിടെ പിള്ളേരാ പറഞ്ഞേ, ഇവിടെ വീട്ടിന്റെ മൂലയിൽ വന്ന് കിടക്കുന്നു. അതിന് വയ്യായിരുന്നു. തല പൊങ്ങുമ്പോ ഇങ്ങനെ കറങ്ങി പോവായിരുന്നു. കുറച്ചു നേരം അവിടെ ഇങ്ങനെ കിടന്ന് ഈച്ചയൊക്കെ പിടിച്ചിട്ട് കുറെ നേരം കിടന്ന്. ഞങ്ങൾ കുറച്ചു നേരം അതിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും ചെയ്തൊന്നുമില്ല. പിന്നെ അതിനെ ഓടിച്ചു വിട്ടു അവിടെ? അല്ലല്ല, അവിടെ തന്നെ ഞാൻ പറഞ്ഞു, ആരോട് പറഞ്ഞു അനക്കണ്ട അവിടെ കിടക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ ഏട്ടനെ വിളിച്ചു പറഞ്ഞു. നമ്മളെ ഈ ഭാഗത്ത് നരിയുടെ ശല്യം വല്ല ഉള്ളതാണോ? ഇതിലേ കൂടെ കയറിപ്പോ, റോഡേ കൂടെ. അല്ല, ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതാണ് ഇവിടെ നരിയെ കാണാറുള്ള? ഈ റോഡേ കൂടെ ഇതിലെ ചിലപ്പോ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഓടി ആ തോട്ടത്തിലോട്ട് കയറി പോകുന്ന. ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് ആക്രമണം ഒക്കെ ഉണ്ടായേക്കുന്നത്.
പെട്ടെന്ന് ഒരു ദിവസം നമ്മളിവിടെ ആരോടെങ്കിലും പറയുകയും ചെയ്ത ഇങ്ങനെ സംഭവം ഉണ്ടായ കാര്യം അറിയാവോ? മെമ്പർ ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഏട്ടൻ ഇങ്ങനെ മെമ്പറെ വിളിച്ച് പറഞ്ഞു. പുള്ളി വരുവോ എല്ലാം ചെയ്തായിരുന്നു മെമ്പർ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ. എന്നിട്ട് അത് എങ്ങോട്ട് പോകുന്നു നോക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അത് കുറച്ചുനേരം ഇവിടെ കിടന്നിട്ട് പിന്നെ അത് കുറെ നേരം കിടന്നു, ഇത്തിരി നേരം കിടന്നു. ഞങ്ങളത് വീഡിയോ ഒക്കെ എടുത്തു വെച്ച് എന്നിട്ട് അത് അപ്പുറത്ത് പോയി ആ വീട്ടിലൊന്ന് ചുറ്റി കറങ്ങി വന്നിട്ട് അതേ വഴി തന്നെ അപ്പുറം വീട്ടിൽ പോയി. നമ്മളെ നമുക്ക് ആക്രമണം ഒന്നും ഉണ്ടായില്ല. ഇല്ല, ഞങ്ങൾ എന്ത് ചെയ്തു? പക്ഷെ ആ ചേച്ചിയെ കടിക്കാൻ പിറകെ നടന്ന് ഓടി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ. ആ ചേച്ചി മീൻ വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു പുറത്ത്. അപ്പോഴ് ഇങ്ങനെ ഓടി ചെന്നിട്ട് ഇങ്ങനെ അടുത്തോട്ട് ആ ചേച്ചി ആ ചരുവം കൊണ്ട് അടിച്ചു തലയില്. അടിയും കൊണ്ടുകൊണ്ട് ആ ചേച്ചി ആ തിട്ട ഇതുപോലെ പൊക്കത്തിൽ കയറിയപ്പോ അവിടെ കയറി കടിക്കാൻ ചെന്നു. കടിക്കാൻ ചെന്നു. ആയം തുറന്നുകൊണ്ട് കടിക്കാൻ ചെന്നിട്ട് ആ ചേച്ചി ഒരു ജസ്റ്റ് മിസ്സിനാണ് കടി രക്ഷപ്പെട്ടത്. എന്നിട്ട് അപ്പൊ അവിടുത്തെ ചേട്ടനൊക്കെ ഇറങ്ങി വന്നിട്ട് അത് താഴോട്ട് ഇറങ്ങി ഓടുവായിരുന്നു. പിന്നെ കണ്ടില്ല, പിന്നെ അതെങ്ങോട്ട് പോയെന്ന് ആരും കണ്ടില്ല. പക്ഷെ താഴത്തെ പട്ടികളെ മൊത്തത്തിൽ കടിച്ചു. അവിടെ ഒരു പട്ടി ചത്തുപോയി. ഞങ്ങള് അപ്പോഴും മെമ്പറെ വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷെ വന്നില്ല. ഈ നരി വരുന്നത് കണ്ടായിരുന്നോ? നരി നരി രാവിലെ ഇവിടെ വന്നു. നരിയാ നമുക്ക് മനസ്സിലായില്ല, പട്ടിയാന്ന് ഓർത്തത്. കാരണം നമ്മളതിന് ഉപദ്രവിക്കാനൊന്നും പോയില്ല, ഓടിച്ചുവിടുവായി. ഞാൻ കണ്ടായിരുന്നു രാവിലെ. നരിയാന്ന് മനസ്സിലായിരുന്നു? നരിയാണെന്ന് മനസ്സിലായില്ല, അത് ഒരു പട്ടിയാണെന്നാ വിചാരിച്ചത്. നല്ല ചുവപ്പ് നിറമാണ് സാധനത്തിന്. അപ്പൊ ഞാൻ ലൈറ്റ് നിർത്താനായിട്ട് ഇറങ്ങി വരികയായിരുന്നു. ഇറങ്ങി വന്നപ്പോഴല്ല, ഞാൻ ലൈറ്റ് നിർത്തി തിരിച്ചു വന്നു. അതുവരെ അവിടെ ഇല്ലായിരുന്നു. ഇങ്ങനെ അതൊക്കെ തന്നെ ഞങ്ങളൊരു 2 അടി മാത്രം അകലെയുള്ള നരി ഞാനുമായിട്ട് അവിടെ നോക്കി കണ്ടു. അപ്പം പറഞ്ഞു എന്നാലും ഇദ്ദേഹമില്ല, അത് പട്ടിയല്ലെന്നാ തോന്നുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്നാണ് ഞാൻ ഇതിനിട്ടൊന്ന് അടിക്കാനോ എറിയാനോ വടി നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. എന്നാൽ ഇത് തന്നെ ശകലം മുന്നോട്ട് അങ്ങോട്ട് പുറകുവശത്തോട്ട് വിജയനെ കണ്ടു. അത് വീണ്ടും അത് പുറകിലോട്ട് പോയിട്ട് ഞങ്ങളുടെ പുറകുവശത്ത് ചായപ്പിന്റെ അവിടെ വന്ന് കയറി അതിനകത്തോട്ട്. അവിടെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ വിജയൻ അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ അതിനും ഒരു അങ്കലാപ്പ് തോന്നിട്ട് എന്തോ അത് പതുക്കെ നീങ്ങിപ്പോയി. അങ്ങനെയാണ് കണ്ടത്. അതിനെ കണ്ട ഒരു വശപ്പശകുള്ള സാധനമാണ്, ഒരു ഇറങ്ങിയടിച്ചാണ് നടന്നത്. ഈ അടുത്തുള്ള വീടുകളിലൊക്കെ ഇത് അറ്റാക്ക് ചെയ്യുകയൊക്കെ സംഭവം ഉണ്ടായത് അതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നോ? അത് കുറെ കഴിഞ്ഞിട്ടാ അറിഞ്ഞത് ഇങ്ങനെ ഉണ്ടായത്. അതായാലും മേലോട്ടം കയറിപ്പോയി. പിന്നെ നമ്മളത് ശ്രദ്ധിക്കാൻ പോയില്ല. പിന്നെ ഉച്ച കഴിഞ്ഞ് കൊച്ച് അതിലെല്ലാം പോകും കഴിഞ്ഞ് വന്നപ്പോഴാണ് പറഞ്ഞത് അവിടെ വീട് വഴിയെല്ലാം കയറിയെന്നുള്ളൂ, അവിടെയുള്ള പട്ടിയെ കടിക്കാനൊക്കെ ചെന്നത്. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നായിരുന്നു ഇവിടെ? പഞ്ചായത്തിൽ നിന്നോ ഹെൽത്തിൽ നിന്നോ? വന്നില്ല, ഒരു മനുഷ്യൻ വന്നില്ല. എന്താണ് സംഭവം ഒന്നില്ല. കൂരാപ്പുഴ പഞ്ചായത്തിലെ 10ാം വാർഡിലെ BJP മെമ്പറായ ശ്രീ രാജനെ കുറിച്ചാണ് നാട്ടുകാർ ഇത്രയധികം പരാതികൾ ഉന്നയിക്കുന്നത്. ആ ഭാഗത്ത് ഒരു നരി ഇറങ്ങി പല വീടുകളിലെയും മൃഗങ്ങളെയും നായ്ക്കളെ അടക്കം മനുഷ്യരെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും തിരിഞ്ഞും തിരുവഴിക്കും ഈ രാജൻ നോക്കിയിട്ടില്ല. നിരവധി ആളുകൾ വാക്സിൻ എടുക്കുന്നതിനും മറ്റും കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ ഓടി നടക്കുന്നു. ആ ഒരു നാട് വളരെ വലിയൊരു ഭീതിയിലാണ്. ഇനിയും ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ഇറങ്ങി ആക്രമിക്കുമെന്ന ഭീതിയിലാണ്. കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി ഇറങ്ങിയ നരിയാണ് ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഇന്നേക്ക് 22 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒന്ന് അന്വേഷിക്കാനോ ഒരു വീട്ടിൽ പോലും ചെന്ന് അന്വേഷിക്കാൻ പോലും ഈ മെമ്പർക്ക് സാധിച്ചിട്ടില്ല. ഇതുപോലുള്ള ആളുകൾ ഇനിയും ജയിപ്പിച്ചു വിടരുതേ. നരിയല്ല പുലി ഇറങ്ങിയാൽ പോലും ഈ മെമ്പർ തിരിഞ്ഞും തിരുവഴിക്കും നോക്കത്തില്ല. അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്ന ഈ മെമ്പറെ പോലുള്ള ആളുകളെ ഇനിയും ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ നാളെ അവിടുത്തെ ജനങ്ങൾക്ക് നേരെ ഇനിയും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായി ഒരാൾ മരിച്ചു പോയാൽ പോലും അയാൾ തിരിഞ്ഞു നോക്കത്തില്ല. സ്വന്തം പാർട്ടിയുള്ള ആളുകൾ പോലും പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എങ്കിൽ പോലും ഞങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല, മെമ്പറെ പറ്റി ഒന്നും പറയുവേ വേണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് കൂടിപ്പോകും എന്ന്. ഇത്രയും അധപ്പതിച്ചു പോയ ഒരു മെമ്പർ ഈ കൂരാപ്പുഴ പഞ്ചായത്ത് തന്നെ ഒരു അപമാനമാണ്. അതുകൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ പോലും ഇതുപോലുള്ള ആളുകളെ ജയിപ്പിച്ചു വിടരുത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിൽ പോലും. നേരിട്ട് വന്നില്ല എങ്കിൽ പോലും വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും വിമുഖതയുള്ള ഇതുപോലുള്ള മെമ്പർ ശരിക്കും ഈ നാടിനും ഈ പഞ്ചായത്തിനും അപമാനം തന്നെയാണ്. തന്നെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയെങ്കിലും കാണിക്കണം ശ്രീ രാജൻ. ഇനി നിങ്ങളുടെ നാട്ടിലുള്ള ഇത്തരം വാർത്തകളും വിവരങ്ങളും പൊതുജന മധ്യത്തിലേക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്